രോഹിത്, കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ കോൺഗ്രസിന്റെ മഹാപഞ്ചായത്ത് നടന്നു. രാഹുൽ ഗാന്ധി വന്നിറങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നൊരു വീഡിയോ ഉണ്ട്. മുൻ KPCC പ്രസിഡന്റായിരുന്ന കുമ്പക്കുടി സുധാകരനെ മാറ്റിയിരുത്തിയിട്ട് സണ്ണി ജോസഫിനെ അടുത്തേക്ക് വിളിച്ചിരുത്തുന്നു. പിന്നെ ശശി തരൂരിനെ പരിഗണിക്കാതെ രാഹുൽ ഗാന്ധിക്ക് സ്പേസ് കൊടുത്തില്ല എന്നുള്ള രണ്ടാമത്തെ പരാതി. മൂന്നാമത്തെ പരാതി, അടൂർ പ്രകാശിന് ശേഷമാണ് രമേശ് ചെന്നിത്തലയെ സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചത്. നാലാമത്തെ പരാതി, VD സതീശനെ രാഹുൽ ഗാന്ധിയുടെ കാറിൽ കയറ്റിയില്ല. ഇതൊക്കെ പരാതികളും ക്യാപ്സ്യൂളുകളും ഇപ്പോൾ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ നിറയുകയാണ്. അപ്പോൾ ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ? ഇടതുപക്ഷ സൈബർ ഇടങ്ങളിലെ ക്യാപ്സ്യൂൾ ആണ് എന്ന് കെവിൻ തന്നെ പറഞ്ഞത് കൊണ്ട് ഞാൻ തുടങ്ങാൻ വെച്ചിരുന്ന പോയിന്റുകൾ ഖണ്ഡിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ ആർക്കാണ് പരാതി? കോൺഗ്രസ് നടത്തിയ മഹാപഞ്ചായത്ത്, കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി വരുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, കോൺഗ്രസ്സുകാർ മാത്രം പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ ആകെ എനിക്ക് തോന്നുന്നു ഇതിലൊരു പരാതി, ചെറിയ പരിഭവം പറഞ്ഞത് ശശി തരൂര് മാത്രമാണ്. കെവിൻ രാവിലെ വന്നിരുന്ന് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, പുതിയ പച്ച ഷർട്ടൊക്കെ ഇട്ട് വന്നിരുന്ന് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കെവിനെ നോക്കൂ, പ്രോട്ടോകോൾ എല്ലായിടവും ഇല്ലേ? ഉണ്ട്. സ്വാഭാവികമായും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധിക്ക് അടുത്ത ചെയറിൽ ഇരിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനല്ലേ? അപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയോടുള്ള അടുപ്പം വെച്ച് സുധാകരൻ, ബഹുമാനായ കണ്ണൂർ MP സുധാകരൻ, അദ്ദേഹം അവിടെ നിന്ന് തൊഴുന്നു, കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം അവിടുത്തെ കണ്ട കസേരയിലേക്ക് അങ്ങ് ഇരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു തിരുത്തുന്നു. അദ്ദേഹം അനുസരണയോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹം എന്താ പറയുക, അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അടുത്ത ചെയറിലേക്ക് മാറിയിരിക്കുന്നു. സണ്ണി ജോസഫ് അവിടേക്ക് വന്നിരിക്കുന്നു. ഇവർ തമ്മിൽ കാര്യം പറയുന്നു. ആ പരാതിയിൽ അത്ര മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും ആ വേദി പങ്കിടുമ്പോൾ ആ വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഒരു ജനപ്രതിനിധിയേക്കാൾ പാർട്ടിയുടെ അധ്യക്ഷനാണ് എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ പരാതി എന്താണ്? അടൂർ പ്രകാശിന് ശേഷം രമേശ് ചെന്നിത്തലയെ സംസാരിക്കാൻ വിളിച്ചു എന്നുള്ളതാണ്. അടൂർ പ്രകാശ് ആരാ? അടൂർ പ്രകാശിന്റെ പോസ്റ്റ് എന്താ? UDF കൺവീനറാണ്. രമേശ് ചെന്നിത്തലയുടെ പോസ്റ്റ് എന്താ? ഇപ്പോൾ പ്രത്യേകിച്ച് മുൻ പ്രതിപക്ഷ നേതാവ്, ഹരിപ്പാട് MLA, അത്രേ ഉള്ളൂ. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. സ്വാഭാവികമായും മുന്നണിയുടെ ഒരു പരിപാടി നടക്കുമ്പോൾ, പാർട്ടിയുടെ ഒരു മുന്നണി നടക്കുമ്പോൾ പോസ്റ്റ് ഉള്ളവർക്കാണ് പ്രയോറിറ്റി ലഭിക്കുക. അപ്പോൾ നോക്കൂ, ഇനിയിപ്പോ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ കൃത്യമായ കാര്യം, ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ജേർണലിസ്റ്റിനെ ഈ ചാനലിൽ നമ്മൾ റിക്രൂട്ട് ചെയ്തു എന്നിരിക്കട്ടെ. സ്വാഭാവികമായും ഈ ചാനലിന്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും എനിക്ക് തന്നെ ആയിരിക്കും പ്രിവിലേജ്. അത് സ്വാഭാവികമായ പ്രിവിലേജ് എന്റെ അവകാശമാണ്. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഞാൻ ആ പോസ്റ്റിലേക്ക് എത്തിയത് എന്റെ അവകാശമാണ്. ചിലപ്പോൾ എന്റെ എളുപ്പം കൊണ്ട് ചിലപ്പോൾ ഞാൻ മാറി നിന്ന് കൊടുക്കുമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി പരിപാടി നടക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ എന്നോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചീഫ് എഡിറ്റർ ആയിട്ടിരുന്ന ചാനലിൽ. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ എളുപ്പം കൊണ്ട് നമ്മൾ മാറി നിന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ആ പ്രിവിലേജ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആ പ്രസ്ഥാനം പ്രിവിലേജ് കൊടുക്കുക പോസ്റ്റ് ഉള്ളവർക്കാണ്. ആ വിഷയത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ VD സതീശനെ കാറിൽ കയറി, അതിനൊരു ബാലിശമായ പരാമർശമല്ലേ? VD സതീശൻ സ്റ്റേറ്റ് കാറുള്ള ആളാണ്, സ്വന്തമായി കാറുള്ള ആളാണ്, MLA ആണ്, പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അടുത്ത പ്രോട്ടോക്കോളുകൾ നിലനിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുടെ കാറിൽ കയറി പോകണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? പിന്നെ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡൽഹിയിൽ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ അവർക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിക്കാനും രാഹുൽ ഗാന്ധിയോടുള്ള അടുപ്പം, ഈ പറയപ്പെടുന്ന ഏത് നേതാക്കന്മാരെക്കാളും രാഹുൽ ഗാന്ധിയോടുള്ള അടുപ്പം KC വേണുഗോപാലിനുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി എന്താണ് പരാതി ഉള്ളത്? വേറെ പരാതി ശശി തരൂരിന് ഞാൻ ചോദിക്കട്ടെ, ഈ 19 MP പോലെ തന്നെ ഉള്ളൂ ശശി തരൂരും. അല്ലാതെ ശശി തരൂരിന് അദ്ദേഹം വിശ്വപൗരനൊക്കെ തന്നെയാണ് എന്ന് വിചാരിച്ച് പാർട്ടി സംവിധാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള 18 ജനപ്രതിനിധികൾ, ലോക്സഭയിലേക്ക് പോയിരിക്കുന്ന 18 ജനപ്രതിനിധികളെ പോലെ ഒരാളാണ് ശശി തരൂർ. ആ പ്രയോറിറ്റി ഇപ്പൊ ഷാഫി പറമ്പിൽ പ്രയോറിറ്റി കൊടുത്തിട്ടൊന്നും അല്ല അവിടെ ഇടിച്ചു കയറി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ രീതിയിൽ അവിടെ ഇടിച്ചു കയറി നിന്ന് സംസാരിക്കുന്നത് പാർട്ടി കോൺഗ്രസ്സാ. മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ മാറി നിൽക്കാനേ പറ്റുള്ളൂ. ഇടിച്ചു നിൽക്കാൻ പറ്റിയാൽ ഇടിച്ചു നിൽക്കാൻ മാറ്റും. നിങ്ങളെന്താ ഇതിന്റെ ഒരു നല്ല വശത്തെ പറ്റി കെവിൻ ചിന്തിക്കാത്തത്? കെവിൻ ഇട്ടിരിക്കുന്ന ഒരു പച്ച ഷർട്ടല്ലേ, ചുവന്ന ഷർട്ടോ കാവി ഷർട്ടോ ഒന്നും അല്ലല്ലോ. ഒരു പച്ച ഷർട്ടോട്ട് ഇവിടെ ഇരിക്കുമ്പോൾ അതിന്റെ നല്ല വശങ്ങളെ പറ്റി ചിന്തിക്കണം. നമുക്ക് രാജ്യം പ്രതീക്ഷയോടെ കാണുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വികാരമായിരിക്കുന്ന, സ്നേഹമായിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ദേശീയ നേതാവ് കേരളത്തിലേക്ക് എത്തുന്നു. എന്തിനാണ് കേരളത്തിലേക്ക് അദ്ദേഹം വരുന്നത്? ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ച ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യാൻ അവർക്കുണ്ടാവുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ഒരു പഞ്ചായത്തിൽ കേവലം ഒരു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കൊല്ലം ജില്ലയിലെ തെമ്മല പഞ്ചായത്ത് എടുക്കൂ. ഈ തെമ്മല പഞ്ചായത്ത് പറഞ്ഞാൽ കാട്ടുമുക്കി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ആ കാട്ടുമുക്കി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വിജയിച്ചു വന്ന അവരെ ഓരോ ആളുകളെയും കാണാൻ അവരുടെ ദേശീയ നേതാവ് എത്തുന്ന ഒരു ചടങ്ങാണ്. അവർക്ക് നേതാക്കന്മാരെ കാണാൻ എത്തുന്ന ചടങ്ങാണ്. ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കോൺഗ്രസിൽ തോന്നിയതില്ലേ?
ഞാൻ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ ഏത് അർത്ഥത്തിലാണ് നോക്കി കാണുന്നത് എന്നതിന്റെ ഉദാത്തമായ തെളിവാണ് കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ സംഭവിച്ചത്. അപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു, അവിടുത്തെ അവരുടെ ജനപ്രതിനിധികളെ കേൾക്കുന്നു, അവസാനം ജനപ്രതിനിധികളോട് സംവദിക്കാൻ കുറച്ചു നേരം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു. എനിക്ക് തോന്നുന്നു ഹിന്ദി അറിയാത്തതുകൊണ്ടായിരിക്കും ആരും അങ്ങനെ ചോദിച്ചൊന്നും കണ്ടില്ല. എങ്കിൽ പോലും ഒരു ഹിന്ദിക്കാരൻ വന്ന് എന്തോ ബംഗാൾ എന്താ വികസിക്കാത്തതെന്നും കണ്ട് ചോദിച്ചു. അത് ചോദിക്കേണ്ടത് രാഹുൽ ഗാന്ധിയോടല്ല, അത് ചോദിക്കേണ്ടത് മറ്റു പല ആളുകളോടും ആയിപ്പോയി എന്നുള്ളതാണ്. എനിവേ എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ അത്തരമൊരു ചടങ്ങ് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടക്കുമ്പോൾ ഇതിന്റെ നല്ല വശങ്ങളെ കാണാതെ ചീത്ത വശങ്ങളെ മാത്രം എടുത്തു വെച്ചുകൊണ്ട് ട്രോളുന്ന കുറെ പേർ. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാം. ഈ അടുത്താണല്ലോ തൃശ്ശൂർ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നമ്മളെല്ലാവരും കണ്ടു. ബഹുമാനായ കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ അവിടെ ചെന്നിട്ട് ഒരു പ്രസംഗം നടത്തി. ശശീന്ദ്രൻ പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ ശശീന്ദ്രൻ പറയുന്നതിന് മുമ്പോട്ട് പറയേണ്ട ഒരു പേരുണ്ട് കേട്ടോ, വി ഡി സതീശൻ. ആ വേദിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ചെയ്ത നല്ല കാര്യങ്ങളെ എടുത്തു പറഞ്ഞു പുകഴ്ത്തുന്ന ഒരു രാഷ്ട്രീയ മാന്യതയുടെ പേര് കൂടിയായി മാറി വി ഡി സതീശൻ എന്നുള്ളതാണ്. ശിവൻകുട്ടി പോലെ ഞാനോ എന്ന് ചോദിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ളൊരു പ്രസംഗം. എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ ഇവിടെ അനാവശ്യമായ സമരങ്ങളോ ബന്ധുക്കളോ നടത്താത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും, അത് ഇടതുപക്ഷം ചെയ്താലും BJP ചെയ്താലും ലീഗ് ചെയ്താലും ഇനി കേരള കോൺഗ്രസ് B ചെയ്താലും M ചെയ്താലും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുകയും മോശമാണെങ്കിൽ മോശമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷം. അത് കേരളത്തിന്റെ പ്രതീക്ഷയാണ്, പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഞാൻ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ശശീന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞെന്താ, എനിക്കു നേരെ വർഗീയതയ്ക്ക് നേരെ ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ എനിക്കു നേരെ ആരെങ്കിലും ഒരു പോരാട്ടത്തിന് വന്നാൽ വീരാളിപ്പട്ട് പുതച്ച് കിടക്കും. മരണപ്പെട്ടാൽ, പരാജയപ്പെട്ടാൽ പിന്നിൽ നിന്ന് ഞാൻ കുത്തേക്കില്ല. കാരണം വർഗീയതയ്ക്ക് നേരെ തിരിഞ്ഞോടാൻ ഞാൻ സമരസപ്പെടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിനുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ പ്രതീക്ഷയാണ്. ഇനി ശശീന്ദ്രനിലേക്ക് പോകൂ. അദ്ദേഹം കേരളത്തിന്റെ മന്ത്രിയല്ലേ, വനംവകുപ്പ് മന്ത്രിയല്ലേ, വനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു നാടാണ്. കാട്ടുജീവികൾ, ഈ പറയപ്പെടുന്ന കാട്ടിൽ നിന്ന് പോത്ത്, എരുമ, പുലി, പന്നി, ആന ഇവയൊക്കെ ഇറങ്ങി വന്ന് മനുഷ്യനെ കുത്തിയും കീറിയും കടിച്ചു വലിച്ചും ചോര കുടിച്ചും കൊല്ലുന്നൊരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അല്പം ഓർമ്മയും ചിന്താശേഷി, നാക്കുപിഴ എന്ന് പറയാൻ പറ്റില്ല, അല്പം ഓർമ്മയും ചിന്താശേഷിയും ഉള്ള ഒരാളെ അവിടെ മന്ത്രിസ്ഥാനത്ത് വെക്കണ്ടേ? അയാൾ ഇനിയും മത്സരിക്കാൻ നിൽക്കുക. പാർട്ടി പറയുക മത്സരിക്കുന്ന, പിന്നെ പാർട്ടിക്കും പ്രവർത്തകർക്കും എന്തൊരു നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ജയിക്കണമെന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനോ പാർട്ടി പ്രവർത്തകർക്കോ പൂർണ്ണമായ തോതിൽ 100% തോതിൽ ഇവിടെ ആവശ്യമുണ്ടോ? കേരളത്തിൽ 140 പേരൊന്നും അല്ലെന്നേ, ഇവിടെ കോടാനുകോടി പേരുണ്ട്, കഴിവുള്ള എത്രയോ പേരുണ്ട്. അപ്പോ അയാൾ വന്ന് പ്രസംഗിച്ചത് എന്താ? മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, 70 വയസ്സുകാരനും 7 വയസ്സുകാരനും ഒരുപോലെ ചേട്ടാ എന്ന് വിളിക്കാൻ സാധിക്കുന്ന ലാലേട്ടനാണ് അവിടെ. ലാലേട്ടൻ ഒന്ന് അണിയിരുന്നത് പറവനെ സാധിക്കുന്ന പ്രിയപ്പെട്ട ദാസേട്ടൻ. അപ്പൊ ലാലേട്ടൻ പിടിച്ചിട്ട് ഒരു എഫക്ട് മാറ്റി ലാലേട്ടൻ ഒന്ന് അനങ്ങിയെങ്കിൽ അല്ലാതിരുന്നു. പ്രായം എത്രയാണ് എന്ന് നോക്കാതെ പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരും ഒരുപോലെ ഒരാളുടെ പേര് പറയുമ്പോൾ ഏട്ടൻ എന്ന് കൂട്ടിയാണ് പറയുന്നത്. അത് ദാസേട്ടൻ എന്ന കേരളത്തിൻ്റെ മഹാനടനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ചടങ്ങിനെ സമ്പന്നമാക്കി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും വിചാരിച്ചു ദാസേട്ടൻ അവിടെ, ദാസേട്ടൻ അമേരിക്കയിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ വീഡിയോ മൊത്തം കണ്ടോണ്ടിരിക്കുകയാണ്. ദാസേട്ടൻ വന്നിട്ടുണ്ടോ പരിപാടിക്ക്? ഇല്ലല്ലോ, ലൈവിലൊന്നും കാണാനില്ലല്ലോ. നാക്കുപിഴയായിട്ട് പറയാൻ പറ്റും. മോഹൻലാലിന്റെ പേരും യേശുദാസിന്റെ പേരും മാറിപ്പോകുന്നവനെ നാക്കുപിഴയെന്ന് വിളിക്കാൻ പറ്റും. ഷുഗർ ഡൗൺ ആയതാണ് പുള്ളിക്ക്. നസ്രീൻ നസ്ലീം എന്നൊക്കെ പറഞ്ഞ നാക്കൊന്ന് പഠിച്ചപ്പോ ഇവിടെ എന്തുവായിരുന്നു ആ പാവപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണന്? ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി. കെവിൻ ചിലപ്പം ഏതെങ്കിലും ചാനലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ മലയാളത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയും ഗുരുവായൂരപ്പനെയും കൊട്ടാരക്കര ഗണപതിയെയും പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമിയെയും ശബരിമല അയ്യപ്പനെയും മോഹൻലാലിനെയും യേശുദാസിനെയും പേര് മറന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെ നാക്കുപിഴ ഓർമ്മക്കുറവാ, വാർദ്ധക്യവാ, പ്രായാധിക്യവാ, പെൻഷൻ മേടിച്ച് വീട്ടിലിരിക്കേണ്ട സമയം കഴിഞ്ഞു. അതിനൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കാറിൽ വി ഡി സതീശനെ കയറ്റിയില്ല. നാണമുണ്ടോ ഇതൊക്കെ എടുത്തു വെച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ? അതറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. UDF ചെയർമാൻ ആദ്യം പ്രസംഗിച്ചു പോലും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നെ നാണമുണ്ടോ പറയാൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. കെവിന് പച്ച ഷർട്ടായിട്ടേക്കുന്നത് അതിന്റെ ക്വാളിറ്റി കാണിക്കണം കേട്ടോ.